കൊണ്ടോ കത്തി കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് അത് അമർത്തിയിട്ട് പരത്തി വയ്ക്കുക. ഇങ്ങനെ വളഞ്ഞു നിൽക്കാതെ പരത്തി വയ്ക്കുക. ഇത് വളരെ നല്ല സംഗതിയാണ്. ഇത് പറഞ്ഞത് എൻറോൾമെന്റ് നമ്പർ, നെയിം എല്ലാം കൃത്യമായി എഴുതുക. നമുക്കിനി കണ്ടന്റിലേക്ക് പോകാം. വളരെ മനോഹരമായിട്ട് എഴുതുന്ന ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിനെ പറയുന്നത് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് എന്നാണ്. അസസ്മെന്റ് ഷീറ്റാണ്. അസസ്മെന്റ് ഷീറ്റ് ഫോർ പ്രോഗ്രാംസ് അണ്ടർ ന്യൂമറിക്കൽ മാർക്ക് ഷീറ്റിംഗ്. ഇത് ടു ബി ഫിൽഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്. അത് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ 2 കോപ്പി വെച്ചോളൂ, അല്ലെങ്കിൽ 1 കോപ്പിയെങ്കിലും നിർബന്ധമായും വയ്ക്കുക. 1 കോപ്പി നിർബന്ധം. കൃത്യമായി നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു അസസ്മെന്റ് ഷീറ്റ് 2 എണ്ണം വയ്ക്കുക. ഇതിന് പറയുന്ന പേര് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് ആണ്. ഇവിടെ ഇവാലുവേറ്റേഴ്സ് കമന്റ് ചെയ്യണം. ഇതിനാണ് നിങ്ങൾ അസൈൻമെന്റ് തിരിച്ചു വാങ്ങണം എന്ന് പറയുന്നത്. ഇവാലുവേറ്റേഴ്സിന് ഇഗ്നോയുടെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ആധികാരികമായ രേഖയിൽ കൃത്യമായി പറയുന്നു, വിദ്യാർത്ഥിനികൾ ഇഗ്നോയിലെ സ്റ്റുഡന്റ് മറ്റ് പല ജോലികൾ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ വീട്ടമ്മയാണ്, ഉദ്യോഗസ്ഥയാണ്, അല്ലെങ്കിൽ കർഷകനാണ്, ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, ടീച്ചറാണ്, സയന്റിസ്റ്റ് ആണ്, ജോലിയില്ലാത്ത മറ്റൊരാളാണ്, അതും ഒരു ജോലിയാണല്ലോ. ഓക്കെ, അല്ലെങ്കിൽ വേറെ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന ആളാണ്. അങ്ങനെ പല മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ളവർക്ക് നിങ്ങൾ പോസിറ്റീവ് കമന്റ് കൊടുക്കണം എന്നുള്ളതാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. നമ്മളൊക്കെ ക്ലാസ്സിൽ +2 SSLCക്കൊക്കെ അസൈൻമെന്റ് നമ്മൾ എഴുതുമ്പോൾ കം ആൻഡ് സി ഇൻ സ്റ്റാഫ് റൂം എന്നൊക്കെ ആയിരിക്കും പറയുക. വരൂ സ്റ്റാഫ് റൂമിൽ എന്നെ കാണൂ. അല്ലാണ്ട് കണ്ടന്റിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും ഇവാലുവേറ്റേഴ്സ് കമന്റ് ചെയ്യും. യുവർ അസൈൻമെന്റ്സ് ആർ നോട്ട് കവേർഡ് ഓൾ ദ ഏരിയാസ്. Please use diagrams and meaningful words. Don't beat the bush. വെറുതെ പുല്ലടിച്ച് ഇങ്ങനെ നടക്കണ്ട, വെറുതെ ലാത്തി അടിച്ച് വിടണ്ട. അങ്ങനെയുള്ള നല്ല നല്ല കമന്റുകൾ, താങ്കളെ പോസിറ്റീവായി പറയുന്ന കമന്റുകൾ താങ്കൾക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇവാലുവേറ്റേഴ്സ് കമന്റ്. ഇഫ് ദ സ്പേസ് ഈസ് നോട്ട് സഫിഷ്യന്റ് പ്ലീസ് യൂസ് ബാക്ക് പേജ് എന്നും കൂടി പറയുന്നുണ്ട്. ഈ ഷീറ്റിന്റെ ബാക്ക് പേജിൽ താങ്കൾക്ക് കമന്റ് ഉണ്ടായിരിക്കും. എത്ര ഇവാലുവേറ്റേഴ്സ് കമന്റ് ചെയ്യുന്നുണ്ട്. പ്രബുദ്ധമായ കേരളത്തിലെ അസൈൻമെന്റ് തിരിച്ചു വാങ്ങുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ തന്നെ ഇവാലുവേറ്റേഴ്സ് കൃത്യമായി നോക്കുകയും കേവലം ഒരു അസൈൻമെന്റിനുള്ള പണം മാത്രം അവർ കരസ്ഥമാക്കുകയല്ല, അന്തസ്സോടുകൂടി എല്ലാ മേഖലയിലും അവർ ഇത് ചെയ്യും. അല്ലെങ്കിൽ ഈ അസൈൻമെന്റ് വച്ചിട്ട് താങ്കൾക്ക് കോടതിയിലേക്ക് പോയി മാർക്ക് വാങ്ങാനുള്ള അധികാരമുണ്ട് എന്നുള്ള ഒരു വലിയ സത്യം ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അധ്വാനത്തിന് ഒരു പണത്തൂക്കം മാത്രം മുന്നിൽ പോരാ, 1000 പണത്തൂക്കം മുമ്പിൽ തരണം. കാരണം ഇത് നിങ്ങളുടെ അസൈൻമെന്റ് ആണ്, നിങ്ങളുടെ മാർക്കാണ്, നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ ഒരു വല്ലാത്ത ഒരു കാഴ്ചപ്പാടാണ്. സോ അസൈൻമെന്റിന്റെ കണ്ടന്റ്, അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദ ഇൻഫർമേഷൻ ഗുഡ് ആണോ, ആവറേജ് ആണോ, പുവർ ആണോ, അനാലിസിസ് ഓഫ് ദ ടോപ്പിക്, നിങ്ങൾ അത് അനലൈസ് ചെയ്തിരിക്കുന്ന രീതി, അല്ലാണ്ട് ചോദ്യ പേപ്പറിന്റെ രീതിയല്ല. അത് ഇവിടെയല്ല, അത് വേറെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അത് ഉദ്യോഗസ്ഥർ നോക്കിക്കോളും. നിങ്ങൾ അത് അനലൈസ് ചെയ്തിരിക്കുന്ന രീതി, നിങ്ങൾ അതിന്റെ അപ്രോപ്രിയേറ്റ്നെസ് എങ്ങനെയാണ് അത് കാണിച്ചിരിക്കുന്നത്, പ്രസന്റേഷൻസ് എങ്ങനെ വച്ചിരിക്കുന്നു, അതിന്റെ കോൺഷ്യസ്നെസ് എങ്ങനെയൊക്കെയാണ്, ഗൗരവപരമായാണോ നിങ്ങൾ അത് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു ഇവാലുവേഷനാണ്. ഇതെല്ലാം താങ്കൾക്ക് ഇൻസ്പിറേഷനാണ്. ഇത് പുവർ ആണെങ്കിൽ ഇത് ഗുഡിലേക്ക് എത്തിക്കാനും, ഇത് ഗുഡ് ആണെങ്കിൽ അത് ദ ബെസ്റ്റിലേക്ക് എത്തിക്കാനുമുള്ള ഒരു ചാൻസ് താങ്കൾ ഉണ്ടാക്കണം. ഇവിടെ നിർബന്ധമായും ഇവാലുവേറ്റേഴ്സിന്റെ സിഗ്നേച്ചർ ഉണ്ടാവും, മോഡറേറ്റേഴ്സിന്റെ കമന്റ് ഉണ്ടാവും, ഇവാലുവേറ്റേഴ്സിന്റെ പേരുണ്ടാവും, ഇവാലുവേറ്റേഴ്സിന്റെ കോഡ് ഉണ്ടാവും, ഇവാലുവേറ്റേഴ്സിന്റെ അസൈൻമെന്റിന്റെ അവരുടെ അഡ്രസ് ഉണ്ടാവും. ഇത് വെറും ഒരു മാജിക്കൽ ടൂൾ അല്ല, ജീം ബൂം ബാ ഉണ്ടാകട്ടെ മാർക്ക് എന്ന് പറഞ്ഞ് ഉണ്ടാകുന്നതല്ല. മറിച്ച് ഇതിന്റെ പിന്നിൽ ഈ അസൈൻമെന്റ് മാർക്ക് ഇവാലുവേറ്റ് ചെയ്ത ആളുടെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള എല്ലാ സംഗതികളും ഇതിന്റെ അകത്തുണ്ടാവും. ഫസ്റ്റ് കോപ്പി ഈസ് മീൻ ഫോർ ദ സ്റ്റുഡന്റ് ആൻഡ് ദ സെക്കൻഡ് കോപ്പി ഫോർ ദ സ്റ്റഡി സെന്റേഴ്സ് റെക്കോർഡ്. അതുകൊണ്ട് 2 കോപ്പി താങ്കൾ ഇത് വയ്ക്കുക. അവർ കാർബൺ പേപ്പർ വെച്ചിട്ടോ എങ്ങനെയോ എഴുതിക്കോട്ടെ, താങ്കൾക്ക് ഫസ്റ്റ് കോപ്പി പേന കൊണ്ട് എഴുതിയത് താങ്കൾക്ക് ഇവിടെ കിട്ടണം, ഇത് ഇവിടെ മാർക്ക് ചെയ്തത് കിട്ടണം. അപ്പൊ നല്ല അസൈൻമെന്റുകൾ താങ്കളിൽ നിന്ന് പിറവി കൊള്ളട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അസൈൻമെന്റ് എഴുതുന്നത് ഒരു കലയാണ്.
നേരത്തെ പറഞ്ഞല്ലോ, ഇതുപോലെ നമ്മൾ നല്ല പേപ്പറുകൾ യൂസ് ചെയ്യുക, നല്ല പേപ്പറുകൾ യൂസ് ചെയ്യുക. ഈ കാലഘട്ടത്തിൽ അത് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ നമുക്ക് കിട്ടുന്നുണ്ട്. 2 പുറവും ഉപയോഗിക്കുക, 2 പേജും ഉപയോഗിക്കുക. ഓരോന്നിൻ്റെയും സെക്ഷൻ എന്താണ് എന്ന് എഴുതുക, ഡേറ്റ് ഇവിടെ നിങ്ങൾ എഴുതുക. ഇത് സമർപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഈ മോഡൽ എഴുതിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇത് എഴുതിയിട്ടില്ല, അവർ ചെയ്യുന്നതായിരിക്കും. പേജ് ഓരോന്നിലും ക്രമത്തിൽ എഴുതി പോവുക. വേണമെങ്കിൽ താങ്കൾക്ക് നീലയും കറുപ്പുമല്ല ചുവപ്പ് പേനയും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. വയലറ്റ് കളറിലുള്ള പേന, സ്കെച്ച് ഉപയോഗിക്കരുത്, സാധാ പേന ഉപയോഗിക്കാം. സെക്ഷൻ എ, ചോദ്യം ഇവിടെ പകർത്തേണ്ട കാര്യമില്ല. ചിലർ പകർത്തുന്നു, പക്ഷെ വലിയ നമ്മളിപ്പോൾ ലാംഗ്വേജ് ഒക്കെ എഴുതുമ്പോൾ ഒരു വലിയ പാരഗ്രാഫ് തന്നിട്ട് അതിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ ആ പാരഗ്രാഫ് മുഴുവനും എഴുതേണ്ടതില്ല. ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതി ഉത്തരം മാത്രം താങ്കൾ എഴുതിയാൽ മതി. എക്സ്പ്ലെയിൻ ദ ടെക്നിക്സ് യൂസ്ഡ് ഇൻ ബിഹേവിയർ തെറാപ്പി. ഈ ഒരു സിംഗിൾ ലൈൻ ആയതുകൊണ്ട് അത് എഴുതുന്നു, പക്ഷെ സ്വാഭാവികമായും നിങ്ങൾ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ മുകളിൽ പിൻ ചെയ്യണം. അപ്പൊ ആദ്യം ഫ്രണ്ട് പേജ്, എൻറോൾമെന്റ് നമ്പർ ഒക്കെ ഉള്ള ഫ്രണ്ട് പേജ്, അസസ്മെന്റ് ഷീറ്റ്, അതിനുശേഷം വേണമെങ്കിൽ അസസ്മെന്റ് ഷീറ്റ് മുകളിൽ വെച്ചോളൂ. നേരത്തെ ഞാൻ പറഞ്ഞ ഈ അസസ്മെന്റ് ഷീറ്റ് വേണമെങ്കിൽ ആദ്യം തന്നെ മുകളിൽ ഇരിക്കട്ടെ. അതിന്റെ താഴെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു എൻറോൾമെന്റ് നമ്പർ, നെയിം, ഫോൺ നമ്പർ എല്ലാം ഉള്ള ആ ഒരു പേജ് ഉണ്ടായിക്കോട്ടെ. അതിനുശേഷം താങ്കൾ കൃത്യമായി ഭംഗിയിൽ ഇത്തരത്തിൽ എഴുതാൻ നോക്കുക. ഇത് വേണമെങ്കിൽ ചോദ്യം പകർത്തേണ്ടതില്ല, പക്ഷെ വിശദീകരിച്ച് ഒരുപാട് പുല്ലിലടിക്കുന്നത് പോലെ വാരിക്കൂട്ടരുത്. ഈ എഴുതിയിരിക്കുന്നത് മനോഹരമായ ഒരു കാഴ്ചപ്പാടിലാണ്. ഇത്തരത്തിൽ മനോഹരമായി എഴുതുക. ഒപ്പം തന്നെ ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യനൊക്കെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പേജ് നമ്പർ കണ്ടിന്യൂ ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇത് 2 പേജിലും പ്രിന്റ് ആയത് നിങ്ങൾ വാങ്ങുക. അത്യാവശ്യം ബുള്ളറ്റുകൾ എഴുതുക. ചോദ്യത്തിന്റെ പ്രധാന നമ്പർ പുറത്തും ഉപനമ്പറുകൾ അകത്തുമാണ് എഴുതേണ്ടത്. പ്രധാന നമ്പർ പുറത്തും ഉപനമ്പറുകൾ അകത്തും. ഇത് കുറച്ചും കൂടി മാർജിനുള്ള പേജ് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഭാഗം ആയതുകൊണ്ട് ഈ ഭാഗത്താണ് ആ കുട്ടി എഴുതിയിട്ടുണ്ടാവുക. ഇവിടെയാണ് പിൻ ചെയ്ത് വരുന്നത്. ഇത് തിരിച്ചു വരുന്ന പേജായിരിക്കും, അതുകൊണ്ടാണ് അതിന്റെ കാഴ്ച ഇങ്ങനെ ഉള്ളത്. അപ്പൊ ഇങ്ങനെയാണ് പ്രിന്ററിൽ നമുക്ക് ഇങ്ങനെ തന്നെയല്ലേ കിട്ടുകയുള്ളൂ. ഇത് 2 പേജും യൂസ് ചെയ്തിട്ടുള്ളതിന്റെ തെളിവാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായി ബുള്ളറ്റ് കൊടുത്ത് അല്ലെങ്കിൽ നല്ല നല്ല മാർക്ക് കൊടുത്ത് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇങ്ങനെയുള്ള കോളംസ് വരച്ച് താങ്കൾക്ക് കമ്പാരിസൺസ് നടത്താം. ഗൈഡൻസ് ഇങ്ങനെയാണ്, കൗൺസിലിംഗ് ഇങ്ങനെയാണ്, ഗൈഡൻസ് വേഴ്സസ് കൗൺസിലിംഗ് ആണ് ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബുള്ളറ്റ് കൊടുത്ത് താങ്കൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ബുള്ളറ്റ് വേണമെങ്കിൽ ഇതിന്റെ അകത്ത് കൊടുക്കാവുന്നതാണ്. കാരണം പ്രധാന ചോദ്യങ്ങൾ മാത്രമേ ഇവിടെ വേണ്ടൂ. ഇവിടെ ഇവാലുവേറ്ററിന് സ്കോർ എഴുതാനുള്ള ഗ്യാപ്പ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പേജ് നമ്പർ ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് വേണമെങ്കിൽ റെഡിങ്കിൽ ഉപയോഗിക്കാം, പിന്നീട് മറ്റൊരു മഷിയിൽ ഉപയോഗിക്കാം. ഓരോന്നിൻ്റെയും പ്രധാനപ്പെട്ട വാക്കിന്റെ ചുവടെ ഫ്രീ അസോസിയേഷൻ അത് കൃത്യമായി ഇവിടെ ഒരു അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഊന്നൽ മേഖലയെ ബോൾഡ് ചെയ്യുന്നതിന് പകരം താങ്കൾക്ക് ഇങ്ങനെ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യാവുന്നതാണ്. പെൻസിൽ കൊണ്ട് കൃത്യമായി മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു. കൃത്യമായി നമുക്കത് പറയുന്നു. വേറെ ഒരു ചോദ്യം നമുക്കിവിടെ കാണാം. മറ്റൊരു ചോദ്യം ഇവിടെ കണ്ടില്ലേ? ചോദ്യം വേറെ ഒന്നിലാണ് ഉള്ളത്. ഉപ പോയിന്റുകളാണ്. 1, ആ 1-ൽ തന്നെ സ്മാൾ 1, അതിൽ തന്നെ ABCD എന്നുള്ളത് 2 എന്നുള്ള ഉപചോദ്യം. അങ്ങനെ ഓരോന്നിനും വര കൊടുത്ത് വളരെ മനോഹരമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഇത് എഴുതിയ കുട്ടിക്ക് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. മാർക്ക് തരൂ എന്ന് പറയുന്ന അസൈൻമെന്റ് ആയിരിക്കണം നമ്മുടെ അസൈൻമെന്റ് എന്ന് മനസ്സിലാക്കുക. ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്തായിരിക്കും, ന്യൂറോ സൈക്കോളജി ടെസ്റ്റ് എന്താണ്, അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താണ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ്, കൃത്യമായി അവിടെ വിശദീകരിച്ച് തരുന്നു. അങ്ങനെ മനോഹരമാക്കി എഴുതുക. ആ അസൈൻമെന്റ് പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം താങ്കൾക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വിടാവുന്നതാണ്. മറ്റൊരു രീതിയിൽ ഞാൻ ഈ അസൈൻമെന്റിനെ പരിചയപ്പെടുത്താം. ഇത് വേറെ ഒരു കുട്ടി എഴുതിയതാണ്. അസൈൻമെന്റ് 1 DNH TMA. ഇത് ഫസ്റ്റ് പേജിൽ ഉള്ളത് കൊണ്ട് ഇത് ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല. ഇവിടെയും ആ കുട്ടി ചോദ്യം പകർത്തിയിരിക്കുന്നു. 60 മാർക്കാണ് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ സമയം കൊല്ലിയാണ് മക്കളെ. ഇതിന്റെ ആവശ്യമില്ല. നമ്മൾ സമയം കൊല്ലേണ്ടതില്ല. ചോദ്യം മാത്രം, ചോദ്യത്തിന്റെ നമ്പർ മാത്രം ഇവിടെ എഴുതുക. ഭംഗിയായി ഉത്തരത്തിലേക്ക് പോവുക. ഏറ്റവും മുകളിൽ ചോദ്യ പേപ്പർ പിൻ ചെയ്ത് വയ്ക്കുക. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെല്ലാം കണ്ടില്ലേ? ഇവിടെ നറേഷനൊക്കെ
ന്യൂട്രീഷൻ ഈസ് എ സയന്റിഫിക് ഡിസിപ്ലിൻ വിത്ത് ഫുഡ് ആസ് ദ മേജർ ഫോക്കസ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ കൃത്യമായി നിറം കൊടുത്ത് കാണിച്ചിരിക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ മനോഹരമായി നമുക്ക് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കണ്ടില്ല, ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻസ് ഇവിടെ തന്നിരിക്കുന്നു. ആ ഡയഗ്രം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അതിനെ കോളമൈസ് ചെയ്ത് ഭംഗിയായി അതിനെ വിവരിച്ചിരിക്കുന്നു. ചോദ്യം ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല, ചോദ്യം എഴുതേണ്ടതേ ഇല്ല. നിങ്ങൾ ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ മാത്രം എഴുതിയാൽ മതിയാകും. പക്ഷെ ഇവിടെ ആ കുട്ടി മറ്റൊരു തന്ത്രവും കൂടി പ്രയോഗിച്ചിരിക്കുന്നു. അത് വളരെ നന്നായിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്നുള്ളത് 2 എന്ന് മാത്രം എഴുതിയാൽ മതി. സബ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ എഴുതണമെന്നില്ല. അതിൽ A അല്ലെങ്കിൽ B എന്ന് കൊടുക്കുക, സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ഒക്കെ ഉള്ളിൽ കൊടുക്കുക. അതിൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പകർത്തേണ്ടതില്ല. ആ സ്റ്റെപ്പ് 1 എന്ന് മാത്രം എഴുതി ഉത്തരം മാത്രം എഴുതാവുന്നതാണ്. പേജ് വർദ്ധിക്കുന്നത് കൊണ്ട് അതുപോലെ ഈ പേജ് നമ്പർ ഏറ്റവും അവസാനം ദയവ് ചെയ്ത് കൊടുക്കരുത്. ആദ്യം കാണത്തക്ക രൂപത്തിൽ ഏറ്റവും മുകളിൽ പേജ് നമ്പർ കൊടുക്കുക. ഇവിടെ കൊടുത്താലും തെറ്റൊന്നുമില്ല, ഇവിടെ കൊടുത്താലും തെറ്റൊന്നുമില്ല. ഏറ്റവും അവസാനം ഈ പേജ് നമ്പർ കൊടുക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ ഞാൻ നൽകുന്ന ഒരു നിർദ്ദേശം, പേജ് നമ്പർ ഇവിടെ നൽകുന്നു. ഇത്തരത്തിൽ നിങ്ങൾ പ്രിന്റ് ചെയ്യേണ്ട കാര്യമില്ല. കോളം വരച്ചിട്ടുണ്ട്, മനോഹരമായ ചിത്രങ്ങൾ. ഇതിപ്പോൾ വെൻ ഡയഗ്രം എന്നൊക്കെ നമുക്ക് പറയുന്നത് പോലെ പലതരത്തിലുള്ള പ്രസന്റേഷൻസ്, ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള ബാറുകൾ നമുക്ക് ഉപയോഗിക്കാം. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. പേജ് നമ്പർ കൃത്യമായി കൊടുക്കുക. അത് ഉള്ളിൽ കൊടുക്കാം അല്ലെങ്കിൽ മുകളിൽ കൊടുക്കാം. ടൈപ്പ് ചെയ്ത് ഒരിക്കലും അസൈൻമെന്റ് പാടില്ല. കമ്പോളത്തിൽ നിന്ന് വാങ്ങുന്ന 49 രൂപയുടെ 50 രൂപയുടെ 100 രൂപയുടെ അതുപോലെ തന്നെ കോമാളിമാർ എഴുതി തരുന്ന അസൈൻമെന്റുകൾ നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി അസൈൻമെന്റ് ലഭിക്കും, അതുപോലെ തന്നെ മാനുസ്ക്രിപ്റ്റ് അസൈൻമെന്റുകൾ ലഭിക്കും എന്ന മാർക്കറ്റിൽ പറയുന്ന അത്തരത്തിലുള്ള വിഡ്ഢിവേഷം നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കൈയക്ഷരം കൊണ്ട് നിങ്ങൾ എഴുതുമ്പോൾ ഒന്ന് കൈയക്ഷരം വൃത്തിയാകും, മറ്റൊന്ന് ആശയം ഗ്രഹിക്കും, മറ്റൊന്ന് നൂതന സന്ദർഭത്തിൽ അത് പ്രയോഗിക്കാൻ പറ്റും, അത് പരീക്ഷയിൽ റിഫ്ലക്റ്റ് ചെയ്യും, അതിന് നിങ്ങൾക്ക് സ്കോർ കിട്ടും. താങ്കൾ മറ്റൊരാളെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് ആ ജോലിയും അവർക്ക് തന്നെ കൊടുക്കൂ, ആ ശമ്പളവും അവർക്ക് തന്നെ കൊടുക്കൂ. അവർ ഉപയോഗിച്ച ഒരു പാത്രം, അവർ ഉപയോഗിച്ച ഭക്ഷണത്തിന്റെ പകുതിയാണോ താങ്കൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും അത് വേണ്ട, അത് ജീർണിച്ചതാണ്, നമുക്കത് ആവശ്യമില്ല. നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അസൈൻമെന്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലൈൻ വിടാം.